പാട്ട്, ഡാൻസ്, ചിത്രം വര, ഇനിയിപ്പോ കലയായിരുന്നാലും കായികമായിരുന്നാലും ശരി, എല്ലാത്തിൻ്റെയും ഇടയ്ക്ക് 6-ാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര നിയമം ഒന്ന് തിരുകിയിട്ടില്ലെങ്കിൽ ഈ ഉസ്താദുമാർക്കും മതമേലധ്യക്ഷന്മാർക്കും ഒരു സമാധാനമില്ല. പെണ്ണിൻ്റെ എല്ലാ തരത്തിലുള്ള വിനോദങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും ഇവരെതിരാണ്. ഫോട്ടോ എടുക്കരുത്, വീഡിയോ പിടിക്കരുത്, യൂട്യൂബിൽ ചാനലുകൾ ഉണ്ടാക്കരുത് തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും അരുത് അരുത് അരുത്. മദ്രസകളിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഉസ്താദുമാർക്കെതിരെ അരുത് എന്ന് പറയാമോ? വിമാനത്താവളങ്ങളിൽ പിടിക്കപ്പെടുന്ന മലദ്വാർ ഗോൾഡ് അരുത് എന്ന് നിങ്ങളൊന്ന് പറയാമോ? കോടിക്കണക്കിന് സാധാരണക്കാരന്റെ പണം തട്ടിയെടുത്ത അൽ മുക്താദിർ എന്ന് പറയുന്ന ഹലാൽ ജ്വല്ലറിക്കാരന്റെ തട്ടിപ്പിനെതിരെ ഒന്ന് പറയാമോ? ബലാത്സംഗ വീരന്മാർക്കെതിരെ ഒന്ന് സംസാരിക്കാമോ? പറ്റില്ല. ഡാൻസ് കളിച്ചും പാട്ടുപാടിയും കലാകായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടും ഒരു കുഞ്ഞുങ്ങളും എവിടെയും പോയി പൊട്ടിത്തെറിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. കുഞ്ഞുങ്ങൾ കളിച്ച് ചിരിച്ച് രസിച്ച് ആരോഗ്യമുള്ളവരായി പഠിച്ചു വളരട്ടെ എന്ന് ആശംസിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നാ മതിയായിരുന്നു. കാസർഗോഡുള്ള തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സൂംബ നൃത്തത്തിൽ പങ്കെടുക്കുന്ന വീഡിയോ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം എന്ന സൂംബ ഡാൻസിനെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫ് അധിക്ഷേപിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് കുട്ടികൾ നൃത്തം ആസ്വദിക്കുന്ന വീഡിയോയുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നത്. നിരവധി പേർ മന്ത്രിക്ക് പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ചോദിക്കട്ടെ, ഏത് സ്കൂളുകളിലാണ് അല്പവസ്ത്രം ധരിച്ച് കുട്ടികൾ വരുന്നത്? ഇവരെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിക്കണം. ഇവരെല്ലാത്തിലും ഈ രൂപത്തിൽ സെക്സ് കാണുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നതും പബ്ലിക്കിൽ പറയേണ്ടി വരുന്നതും. ശരീരത്തിന്റെ ഭാഗങ്ങൾ കിണങ്ങുന്ന രൂപത്തിലുള്ള സ്റ്റെപ്പുകൾ തന്നെയാണ് സൂംബയുടെ പ്രത്യേകത. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനാണ് മുൻഗണന. ഉയർന്ന പതിഞ്ഞ താളത്തിൽ മാറി മാറി വരുന്ന ഗാനങ്ങൾ. 1 മണിക്കൂറിൽ 13 പാട്ടുകൾ വരെയാകും വരിക. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ശരീരഭാഗങ്ങൾ കിണങ്ങുന്ന രീതിയിലാണ് സ്റ്റെപ്പുകൾ. അതുകൊണ്ട് തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവരുടെ അരക്കെട്ടിനും ഇടുപ്പിനും ഒക്കെ ഇണങ്ങുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളാണ് ഇതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. ആരോഗ്യത്തോടെ ഇരിക്കാൻ ആഴ്ചയിൽ ഒരു 3 സൂംബ ക്ലാസ് ഒക്കെ മതിയാകും. വാമപ്പോടുകൂടിയാണ് തുടക്കം. പതിയെ പതിയെ താളത്തിലേക്ക്, പിന്നെ വ്യായാമത്തിലേക്ക്. ഇനി വയറ്, വണ്ണം, കയ്യ്, ഇതിന്റെയൊക്കെ എല്ലാം പല രൂപത്തിലുള്ള വ്യായാമ മുറകളും ഇതിനകത്തുണ്ട്. ശരീരത്തിലെ സന്തോഷിപ്പിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന, ഊർജം നൽകുന്ന സൂംബ കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ബെറ്റോ പെറസ് എന്ന കൊളംബിയൻ നർത്തകന്റെ സൃഷ്ടിയായിട്ടുള്ള ഈ നൃത്തം ഏകാഗ്രതയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം വിഷാദ രോഗങ്ങളിൽ നിന്നുള്ള മുക്തിക്കും കാരണമാകും അത്രേ. നന്നായി ഉറങ്ങാൻ സാധിക്കും. അമിത വണ്ണം ഉണ്ടാകുമെന്ന പേടി വേണ്ടേ വേണ്ട. ഇനി ഒറ്റയ്ക്കല്ലാതെ സംഘമായി ചെയ്യുന്ന നൃത്തമായതുകൊണ്ട് തന്നെയാണ് ആത്മവിശ്വാസവും നേതൃപാടവവും ഒക്കെ വർദ്ധിക്കും എന്നതിലും സംശയമില്ല. ഹൃദയത്തെയും ഒപ്പം ചേർത്ത് പിടിക്കുന്നുണ്ട്. സൂംബയുടെ പ്രത്യേകത അതാണ്, മാനസിക ഉല്ലാസം. ഇതൊരു കാർഡിയോ വാസ്കുലർ വ്യായാമമാണ് എന്നാണ് പറയുന്നത്. 700 കലോറി വരെ എരിച്ചു കളയും 1 മണിക്കൂർ സൂംബ. ശരീരത്തിലെ കൊഴുപ്പ് കുറയും, ഉന്മേഷം വർദ്ധിക്കും, ആരോഗ്യവും എല്ലാം ഉണ്ടാകും. ശരീരവും എല്ലാം പരിഗണിച്ചിട്ട് തന്നെയാണ് ഈ വ്യായാമത്തിന്റെ സമയം കണക്കാക്കുന്നത്. മികച്ച കാർഡിയോ വാസ്കുലർ വ്യായാമം കൂടിയാണിത്. ശരീരത്തിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് 500 മുതൽ 700 കലോറി വരെ എരിച്ചു കളയാൻ സൂംബയ്ക്ക് സാധിക്കും അത്രേ. എന്തിനാ കാക്കാമാരി ഈ തുള്ളല് തുള്ളുന്നത്? മദ്രസയിൽ കുട്ടികളെ പിടിച്ച് കമിഴ്ത്തി കിടത്തുമ്പോൾ നിങ്ങൾക്ക് അതിനെതിരെ പ്രതികരിക്കാനൊന്നുമില്ലല്ലോ. കാക്കമാർക്ക് ഭയങ്കരമായ പ്രശ്നമാണ് ഇതൊക്കെ കാണുമ്പോ. ആണും പെണ്ണും ഒരുമിച്ച് പർദ്ദയിട്ട് തുള്ളാമോ കാക്ക? പർദ്ദയിട്ട് കന്തൂറയിട്ട് മെസ്സിയെയും റൊണാൾഡോയെയും ഒക്കെ കന്തൂറ ഇടിപ്പിച്ച് ഫുട്ബോൾ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയ ഒരു റഫീഖ് സലഫി ഉണ്ടായിരുന്നു. ഇവരുടെ കുരുക്കൾ പൊട്ടി ഒലിക്കുകയാണ്. എന്തായിരുന്നാലും സൂംബയ്ക്ക് പകരം ബെല്ലി ഡാൻസ് മതിയോ അതോ പർദ്ദ ഡാൻസ് വേണോ എന്ന് ചോദിച്ച് നമ്മുടെ ശീതൾ നല്ല രൂപത്തിൽ ഇവർക്കൊരു ട്രോള് കൊടുക്കുന്നുണ്ട്. ഈ രൂപത്തിലല്ലാതെ ഇവർക്ക് വെളിവുണ്ടാക്കാൻ കഴിയില്ല.
ആണും പെണ്ണും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നേരത്തെ ജനറൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ ജനറൽ ഇക്വാലിറ്റി കൊണ്ടുവന്നതുപോലെ ഒരുമിച്ച് ആടിപ്പാടിയ പ്രക്രിയ. തുള്ളാൻ ഈ കോസ്റ്റ്യൂം ഓക്കെയാണോ കാക്ക? ആരായിരുന്നു? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫ് പറഞ്ഞതാണ്, ആണും പെണ്ണും കൂടിക്കലർന്ന് അല്പവസ്ത്രവും ധരിച്ചുകൊണ്ട് തുള്ളാനല്ല സ്കൂളിൽ വിടുന്നതെന്ന്. സ്കൂളിൽ എന്തിനാ വിടുന്നത്? ഇവർക്ക് ഏത് നൂറ്റാണ്ടല്ല ജീവിക്കുന്നത്? അല്ല അവിടെ ചെന്നല്ല ഇവര് PT പീരീഡ് അലോഡ് ചെയ്യോ? സ്കൂളിലെ കലാകായിക മത്സരങ്ങള് നമ്മൾ പഠിക്കുന്ന കാലത്ത് യുവജനോത്സവം എന്നൊക്കെ നമ്മൾ പറയും. അത്തരം കലോത്സവങ്ങളൊക്കെ ഇവരെ അനുവദിക്കുമോ? അല്ല, എന്റെ കുട്ടി ദേശീയഗാനം പറ്റുമോ? എന്റെ കുട്ടിയെ പഠിക്കാനാണ് വിടുന്നതെന്ന്. മറ്റെല്ലാ മക്കളും എന്താ അല്പവസ്ത്രം ധരിച്ച് ആടിപ്പാടാനാ പോകുന്നത്? എല്ലാവരും പഠിക്കാൻ തന്നെയാ പോകുന്നത്. ഇന്റർവെല്ല് വേണ്ടെന്ന് ഇവര് പറയുമോ? അല്ല, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ജുമാ നമസ്കാരത്തിന് സമയം നിർബന്ധമാണ് കേട്ടോ. ബിക്കിനിട്ടോണാണോ പെൺപിള്ളേർ തുള്ളാൻ പോകുന്നത്? ഈ അല്പവസ്ത്രം ഉദ്ദേശിച്ച് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിള്ളേരുടെ യൂണിഫോമിൽ അവര് സൂമ്പ കളിക്കുന്നത് കണ്ടായിരുന്നോ? അറിഞ്ഞു, ഇതൊക്കെ പൊട്ടക്കണക്കിലെ തവളകളല്ല, പൊട്ടക്കണക്കിലെ കൃമികൾ. നമ്മൾ എന്തെങ്കിലും മാത്രം സംസാരിച്ചാൽ അത് വർഗീയത പറയുന്നതായിപ്പോ. ഒന്ന് ചിന്തിച്ചു നോക്കിയാ കുട്ടികളുടെയൊക്കെ അവസ്ഥ. മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ സ്റ്റേജിൽ കയറിയതിന് ഒരു പെൺകുട്ടിയെ അവിടെ വെച്ച് ലൈവായിട്ട് അധിക്ഷേപിച്ച ടീമാണ്. ഈ സ്കൂളിൽ പോകുന്നത് പുസ്തകത്തിലുള്ളത് പഠിക്കാൻ മാത്രമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇത് ചടുലമായ ഭാഷയിൽ കുറിക്കുകൊള്ളുന്ന രൂപത്തിൽ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ച് നേരത്തെ തന്നെ ഇവർക്ക് വെളിവ് വരുമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഈ രൂപത്തിലൊക്കെയുള്ള എതിർപ്പുകൾ സമൂഹത്തിൽ നിന്നും ഉണ്ടാകുമെന്ന് സമൂഹത്തെ ഭയന്നിട്ടെങ്കിലും ഇത്തരം വിവരക്കേടുകൾ ഇവമാരെ എഴുന്നള്ളിക്കാതെയെങ്കിലും ഇരിക്കുമായിരുന്നു. പറയുന്നത് കുട്ടികൾ സഹജീവികളുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, അവരുമായിട്ട് എങ്ങനെ സഹകരിക്കണം, എങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കണം, എങ്ങനെ ബന്ധങ്ങൾ നിലനിർത്തണം, സൗഹൃദം എന്താണ്, ഇതൊക്കെ പഠിക്കുന്നത് സ്കൂളുകളിൽ നിന്നാണ്, അല്ലാതെ വീട്ടിൽ നിന്ന് മാത്രമാണോ? അല്ല എല്ലാ വിശ്വാസത്തിലും പെട്ടവർ കുറെ മതം മാത്രം തീറ്റിച്ച് അങ്ങ് കൊഴിപ്പിച്ചാൽ മതിയോ മക്കളെ? അല്ലാതെ ഇതൊന്നും അവർ പഠിക്കണ്ടേ? അല്ല, എനിക്കൊരു സംശയം, ഇവർക്ക് ബയോളജിയിലെ ജീവശാസ്ത്രത്തിൽ പഠിക്കാറുണ്ട് ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെയിലിന്റെയും ഫീമെയിലിന്റെയും പഠിക്കാറുണ്ട്. അതിൽ ലൈംഗിക അവയവങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത്തരം പാഠഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് പറയോ? അതോ ബയോളജി എന്നുള്ള ഇവരുടെ പ്രശ്നം അതൊന്നുമല്ല. ഇവരുടെ പ്രശ്നം ആടണം, പാടണം, വരയ്ക്കണം, കളിക്കണം, ആസ്വദിക്കണം. എപ്പോഴും പരലോകത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു 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 ആലോചിച്ചു എനിക്ക്. മുമ്പ് ഒരു എക്സിബിഷന് എവിടെയാണ്, ഇറാനിലാണെന്ന് തോന്നുന്നു, ഒരു കുട്ടി മയ്യത്തിനെ സംബന്ധിക്കുന്ന ഒരു ഡോക്യുമെന്ററി അവതരിപ്പിച്ചു. എന്തൊരു സന്തോഷമായിരുന്നു ഇവർക്ക്. അതേപോലും മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിലോ കഴിഞ്ഞു കാര്യം. ഇവരുടെ രീതി അതാ. അടി മുതൽ മുടി വരെ മതം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ വിഭാഗം തലച്ചോറിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ഇംബിൽറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഈ മത തീവ്രവാദം, തീവ്രത, വർഗീയത. അല്പവസ്ത്രം ധരിച്ച് ആടിപ്പാടാനല്ല ഞങ്ങൾ വിടുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഉദ്ദേശിച്ചത് കാഫിറുകളെയല്ലേ, മുസ്ലിം കുട്ടികളെ ഉദ്ദേശിച്ചിട്ടല്ലേ ഇവർ ഈ പറഞ്ഞതല്ലേ? ഇവർക്ക് സൂംബ ഡാൻസ് വേണ്ടേ? ഇവരുടെ മക്കളോട് മാറി നിൽക്കാൻ പറ. വാക്സിനുകളൊക്കെ വന്ന സമയത്ത് ഇവരിങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? എന്റെ കുട്ടിക്ക് വാക്സിൻ വേണ്ട, ശരി, മാറി നിൽക്കട്ടെ. അതല്ലാതെ ഇത് തന്നെ നിരോധിക്കണമെന്ന് പറയുമ്പോൾ മാനസിക ഉല്ലാസം മറ്റു കുട്ടികൾക്ക് വേണം. നിങ്ങളൊക്കെ ബഹിഷ്കരിക്കൂ. കുറെ നാൾ കൂടിയിരുന്ന് നമ്മുടെ മുഖ്യമന്ത്രിയോട് യോജിക്കാൻ പറ്റിയ ഒരു തീരുമാനമാണ് ഈ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ മാനസിക പിരിമുറുക്കത്തിന് ഒരു ഇളവ് വരുത്താൻ, അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടികൾ അവരുടെ സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് ഒരു 3 മിനിറ്റ് നേരം ഒരു സ്കൂൾ ടൈമിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ അവരുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ സൂംബ ഡാൻസ് കളിക്കുന്നത് അതൊരു നല്ല ആശയമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും വേറെ കാലത്തിന് ശേഷം ശക്തമായിട്ടുള്ള ധീരമായിട്ടുള്ള ഒരു നിലപാടൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തലക്കകത്ത് ആളുതാമസമുള്ള എല്ലാ മനുഷ്യനും ഇതിനകത്ത് നന്മയല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല. പർദ്ദയും മക്കനെയും ഇട്ട് ഫുട്ബോൾ കളിക്കണമെന്ന് പറഞ്ഞ, ഇനിയും സച്ചിൻ ടെണ്ടുൽക്കറും MS ധോണിയും ഒക്കെ പർദ്ദയും മക്കനെയും ഇട്ട് ക്രിക്കറ്റ് കളിക്കുന്ന രംഗമെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ രൂപത്തിലുള്ള കായിക വിനോദമാണെങ്കിൽ അവിടെ നിന്ന് ഹലാൽ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നന്ദി.